ചേറിൽ പിടഞ്ഞു വീണു. ഉതിരമതു ചേറ്റിൽ കുഴഞ്ഞു ചേർന്നു. വയലിലൊരു കഴുകന്റെ നിഴൽ പരന്നു. ഈ കേരളം പരശുരാമൻ മഴുവെറിഞ്ഞുണ്ടായ കേരളമല്ല. ആ കേരളം വേറെ കേരളമാണ്. ആ കേരളം മാറുമറയ്ക്കാൻ പാടില്ലാത്തവരുടെ കേരളം. ആ കേരളം വഴി നടക്കാൻ പാടില്ലാത്തവരുടെ കേരളം. ഇന്നീ കാണുന്ന കേരളമുണ്ടല്ലോ, അറിവിന്റെ ആദ്യാക്ഷരം പഠിച്ച് അറിവിന്റെ അനന്തതയിലേക്ക് പറന്നുയർന്ന് സമ്പൂർണ്ണ സാക്ഷരതയിലൂടെ സാക്ഷ്യപ്പെടുത്തിയ ഈ പുതിയ കേരളം. ഉദയഗിരി മലകൾ കനിഞ്ഞതല്ല, കടലൊഴിഞ്ഞലവാർന്നുയർന്നതല്ല. മനുജരവർ മുതുകിലൊരു മുഖമണിയും മുമ്പേ മനിതരവർ മഴുവിനാൽ തീർത്ത മണ്ണ് മലയാള മണ്ണ്. ഈ മലയാള മണ്ണ് ജനകീയ ആസൂത്രണങ്ങളിലൂടെ നാടിന്റെ മുഖഛായ മാറ്റിയ കേരളം. 50% സംവരണം ഏർപ്പെടുത്തി സ്ത്രീകളെ മുൻപിലേക്ക് കൊണ്ടുവന്ന കേരളം. പിന്നോക്കക്കാരെ നാടിന്റെ പുറമ്പോക്കിൽ നിന്ന് മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തിയ കേരളം. സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിലൂടെ വെളിച്ചത്തിന്റെ നാടായി ലോകത്തിനു മുന്നിൽ അഭിമാന ഗോപുരമായി നിൽക്കുന്ന ഈ കേരളം. 9 കൊല്ലത്തെ ഭരണമികവിൽ 1ാം സ്ഥാനത്തെന്ന് കേന്ദ്ര ഭരണാധികാരികൾ പലവട്ടം സാക്ഷ്യപ്പെടുത്തിയ ഈ കേരളം. കഴിഞ്ഞ 9 വർഷമായി പവർ കട്ട് എന്തെന്നറിയാത്ത കേരളം. 3 ചവിട്ടടി മണ്ണിനായി വന്നവർ മുപ്പാരും ഒന്നായി പതിച്ചെടുത്തു. ജാതിയുടെ മതത്തിന്റെ അതിർവരമ്പുകളില്ലാതെ ഒരുമിച്ചു നടക്കാൻ, ഒരുമിച്ചുണ്ണാൻ, ഒരുമിച്ചു പഠിക്കാൻ, ഒരുമിച്ചു കളിക്കാൻ സാധ്യമാവുന്ന നല്ല വായുവുള്ള, നല്ല അന്തരീക്ഷമുള്ള ഈ കേരളമുണ്ടല്ലോ, ഈ കേരളം EMSന്റെ കേരളമാണ്. ഈ കേരളം AKGയുടെ കേരളമാണ്. ഈ കേരളം കൃഷ്ണപിള്ളയുടെ കേരളമാണ്. ഈ കേരളം നായനാരുടെ കേരളമാണ്. ഈ കേരളം പുഷ്പന്റെ കേരളമാണ്. കൂത്തുപറമ്പിലെ ഷിബുവിന്റെ, മധുവിന്റെ, റോഷന്റെ. ഈ കേരളം കുഞ്ഞാലിയുടെ, കൊച്ചനിയന്റെ, മാഹിന്റെ, ബിജുവിന്റെ, തോമസിന്റെ കേരളമാണ്. ഈ കേരളം അഭിമന്യുവിന്റെ കേരളമാണ്. എണ്ണിയാലൊടുങ്ങാത്ത രക്തസാക്ഷികളുടെ കേരളമാണ്. മടയിലവർ അടിയോർ പുതഞ്ഞു ചേർന്നു. മടയുറഞ്ഞുടയോന്റെ മടി നിറഞ്ഞു. റോഡുകൾ, പാലങ്ങൾ, അടിപ്പാതകൾ, മേൽപ്പാലങ്ങൾ, മലയോര തീരദേശ ഹൈവേകൾ, ലൈറ്റ് മെട്രോകൾ, ആശുപത്രി നവീകരണങ്ങൾ, ഹൈടെക് സ്കൂളുകളും ഡിജിറ്റൽ ക്ലാസ് മുറികളും, സംയോജിത ജലഗതാഗതവും, കനാലുകളുടെ നവീകരണവും, മത്സ്യബന്ധന തുറമുഖങ്ങൾ, അക്വാട്ടിക് കോംപ്ലക്സുകൾ, വ്യാവസായിക കോറിഡോറുകൾ എന്നിവ വികസന പട്ടികയിലെ ഓരോ അധ്യായമാണ്. വിസ്മയകരമാണ് ഈ മുന്നേറ്റം. അസാധ്യമായതെന്തിനേയും സാധ്യമാക്കുന്ന ഇച്ഛാശക്തിയുള്ള ഭരണാധികാരി, കരുത്തിന്റെ, പ്രതിബദ്ധതയുടെ പ്രതീകം സഖാവ് പിണറായി വിജയൻ. മനുഷ്യൻ മാത്രമല്ല, ഒരു ജീവി പോലും പട്ടിണി കിടക്കരുത് എന്ന് പറഞ്ഞ ഭരണാധികാരി. ആപത്ഘട്ടങ്ങളിൽ ആരും ഭയപ്പെടരുത്, സർക്കാർ കൂടെയുണ്ട് എന്ന സമാശ്വാസവാക്കിന്റെ മാജിക്കൽ എഫക്ട് ചെറുതല്ല. ഒരു ജനതയൊന്നായി ഉണർന്നെണീക്കാൻ, ഒരു ജനതയൊന്നായി നയിക്കപ്പെടാൻ, ഒരു രക്തതാരകം പൊൻതാരകം. കഴിഞ്ഞ 10 വർഷം കൊണ്ട് സമാനതകളില്ലാത്ത വികസന പാതകളിലൂടെ കേരളക്കരയെ പിടിച്ചുയർത്തിയ വികസന വിരോധികളുടെ കുത്തിത്തിരിപ്പുകളെ പ്രതിരോധിച്ച് സർവ്വമേഖലകളിലും മലയാളക്കരയുടെ യശസ് ലോകമാകെ ഉയർത്തിയ ഇടതുപക്ഷത്തിനാകട്ടെ നിങ്ങളുടെ ഓരോ വിലയേറിയ വോട്ടുകളും. തെളിവും വെളിവുമില്ലാത്ത ആരോപണങ്ങൾ ഉയർത്തി കേരളത്തിന്റെ സ്വപ്ന നേട്ടങ്ങൾക്ക് തുരങ്കം വെച്ചും നേട്ടങ്ങളുടെ കുതിപ്പുകളെ തടയാൻ ശ്രമിച്ചും മതസാമുദായിക കക്ഷികളെ കൂട്ടുപിടിച്ചും നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ചും മരണത്തിന്റെ ഗന്ധമുള്ള മണ്ണും മലയും ഒലിച്ചിറങ്ങിയ വയനാടിന്റെ പേരിൽ പിരിച്ചെടുത്ത കോടികൾ കട്ടെടുത്തും കേട്ടാലറയ്ക്കുന്ന അസാൻമാർഗിക മാർഗങ്ങളിലൂടെ മലയാള നാടിനെ നാണം കെടുത്തുന്ന ഒരു നാണയത്തിന്റെ ഇരുപുറങ്ങളായ കോൺഗ്രസിനെയും BJPയെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി നാടറിയുന്ന, നാടിനെ അറിയുന്ന, നാട്ടാരറിയുന്ന നമ്മളിൽ ഒരാളായ സഖാവ് പ്രസന്നാദാസന് അരിവാൾ, ചുറ്റിക, നക്ഷത്രമടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുക. ഇടതുപക്ഷ സർക്കാരിന് ശക്തി പകരാൻ, പിന്തുണയേകാൻ 2ാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് പ്രസന്നാദാസിനും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ ചിഹ്നമായ അരിവാൾ, ചുറ്റിക, നക്ഷത്രം അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുക. ഇടതുപക്ഷ സർക്കാരിന് കരുത്തേകുക. ഉദയഗിരി മലകൾ കനിഞ്ഞതല്ല,
പോലൊഴിഞ്ഞലവാർന്നുയർന്നതല്ല. മനുജരവർ മുതുകിലൊരു മുഖമണിയും മുമ്പേ വനിതരവർ മഴുവിനാൽ തീർത്ത മണ്ണ്.